ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇന്നെന്തായാലും ഗായ്സ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് ഇന്നെന്തായാലും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇന്നെന്തായാലും ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു പൊളിക്കോസ്കി ബംബ്ലോസ്കി ആയിട്ടുള്ള ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് ഇന്നെന്തായാലും വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ സ്റ്റാർട്ടാക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഉണ്ട്. ഓക്കെ, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇന്ന് അവനെ കുറേ കൂടെ നേരത്തെ എണീറ്റിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനാണ്. ഇന്ന് നേരത്തെ തന്നെ എണീറ്റ് വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ഇന്നാണെങ്കിൽ ഒരു പുതിയൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും എടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വണ്ടി എന്ന് വെച്ചാൽ സർപ്രൈസ്. ഓക്കെ, അപ്പം ആ ഒരു വണ്ടിയുടെ പേര് ഞാനൊക്കെ ഞാൻ പറയുന്നില്ല, ഞാൻ ചെറിയൊരു ക്ലൂ തരാം, നിങ്ങളെന്തായാലും ഗസ് ചെയ്തെന്തായാലും പറ. ഓക്കെ, ആ വണ്ടി നല്ല രീതിക്ക് എന്തായാലും ഓഫ് റോഡ് ഞാനൊക്കെ പോകുന്ന ഒരു കിടില വണ്ടിയാണ്. പിന്നെ ആ ഒരു വണ്ടിയുടെ കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ്. ഞാൻ എടുക്കാൻ പോണ വണ്ടിയുടെ കളറാണ് ബ്ലാക്ക്. ഓക്കെ, അല്ലാതെ റെഡ്, ബ്ലൂ അങ്ങനെ ഇഷ്ടംപോലെ കളറുകളുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോണ വണ്ടി എന്ന് വെച്ചാൽ നമ്മളല്ലാതെ ഫുൾ ക്യാഷ് കൊടുത്തിട്ടുള്ളതും അല്ല, ലോണും അല്ല. നമ്മുടെ വണ്ടി ഒരെണ്ണം വിറ്റിട്ടാണ് നമ്മൾ എടുക്കാനായിട്ട് പോണത്. യെസ് ഗായ്സ്, നമ്മളാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ് നമ്മളെന്തായാലും കൊടുക്കാനായിട്ട് പോവുകയാണ്. ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, കംപ്ലീറ്റ് കണ്ടീഷൻ ഓക്കെയാണ്. ഞാൻ ഈ വണ്ടി കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസം കാര്യങ്ങളൊക്കെ എന്തായാലും ആവാറായിട്ട് എന്തായാലും ഉണ്ട്. ഈ വണ്ടി മാറ്റാൻ കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ വണ്ടി മാറ്റുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു വണ്ടി ഇപ്പോൾ ഓൾറെഡി നല്ല രീതിക്ക് എന്തായാലും ഉരങ്ങിട്ട് എന്തായാലും ഉണ്ട്. ഞാൻ മറ്റേ സ്കോർപ്പിയോ പോലെയല്ല, നല്ല സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ആ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഓഫീസിലും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ വണ്ടിയും കൊണ്ടാണല്ലോ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓഫീസിൽ ഈ വണ്ടിയും കൊണ്ട് പോണ സമയത്ത് ഞാൻ പോണ വഴികളൊക്കെയാണ് പൊട്ട വഴികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ വഴികളിലാണ് ഈ വണ്ടി ഓടിക്കുക ഒട്ടും തന്നെ എന്തായാലും ഒരു രസമല്ല. ഓക്കെ, ആ വഴികളിലൊക്കെ കൂടെ പോയി വണ്ടിയുടെ സൈഡൊക്കെ ഫുള്ള് ഇടിച്ച് പൊട്ടി ഫുള്ള് സ്ക്രാച്ചായി കംപ്ലീറ്റ് വണ്ടി ഒരഞ്ഞൊരു തവിട് പൊടിയായിട്ടുണ്ട്. ഓക്കെ, കണ്ടേ ഇതിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കണ്ട, സൈഡ് കംപ്ലീറ്റ് ഉണ്ട് ചപ്പിരിയാണ്. ഈ സൈഡൊക്കെ ഇടിച്ചേക്കണി, ഈ പോർഷനാണ് കുറേ കൂടെ പോയത്. ഓക്കെ, ഇതൊക്കെ ശരിയാക്കണമെങ്കിൽ നല്ല പൈസയാവും. ഓക്കെ, നമ്മുടെ സ്കോർപ്പിയോ ആണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകാനായിട്ടൊക്കെയാണ് നമ്മൾ വണ്ടി എടുത്തത്. ഓക്കെ, പൈസയുടെ കാര്യങ്ങളൊന്നും ഒരു വിഷയം തന്നെ എന്തായാലും ഇല്ല. പക്ഷേ ഈ വണ്ടിയാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ഇട്ടിട്ട് നമ്മളൊരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതാണെങ്കിൽ ഉപയോഗിക്കാനും പറ്റത്തില്ല. നമുക്ക് ചെറിയ ചെറിയ ഉപയോഗങ്ങളിലൊക്കെ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ വണ്ടി അവിടെ കിടന്നു പോകും. ഓക്കെ, അതാണ് സീൻ. ഓക്കെ, അല്ലാതെ എനിക്ക് ഈ വണ്ടി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ കളറൊക്കെ. പക്ഷേ ഈ വണ്ടി നല്ല രീതിക്ക് സ്ക്രാച്ച് ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ പോണ റൂട്ടുകളാണ് ഈ വണ്ടി കൊണ്ട് നേരെ ഓടിക്കാനും പറ്റണില്ല. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടികളൊക്കെ കൊടുക്കാനായിട്ട് പോകണം. ഇതിപ്പോൾ നല്ല സ്ക്രാച്ചസ് ഉണ്ട്. ഈ വണ്ടി വാങ്ങിച്ചത് 7 ലക്ഷത്തിന് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, 7 ലക്ഷം രൂപ എന്ന് പറയുമ്പം സെക്കൻഡ് വേരിയൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, VXI വേരിയൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നല്ല രീതിക്ക് ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ വണ്ടിക്ക് കാര്യങ്ങളായിട്ടിരിക്കുന്ന അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിൽ അലോയ് വീൽസാണ്. പിന്നെ ഇതിലെന്തായാലും 1 സിലിണ്ടറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. 1 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പെട്രോൾ എഞ്ചിൻ മോഡലും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മഹീന്ദ്ര താറിൻ്റെ ഷോറൂമിലാണ്. താറെന്ന് പറയുമ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ ഷോറൂമിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഇവിടെ നമ്മുടെ ഉള്ള പോലത്തെ അതേ സെയിം സ്കോർപ്പിയോ ഒരെണ്ണം കിടപ്പുണ്ട്. അതല്ല, ഇവിടെ ആകെക്കൂടെ ഉള്ളതെന്ന് വെച്ചാൽ 3 താറുകളാണ്. ഓക്കെ, ഒന്ന് മോഡിഫൈഡ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഈ ബ്ലാക്കും പിന്നെ ഈ ഒരു റെഡും. ഓക്കെ, ഞാൻ ഇതിലൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ കാണുന്ന ബ്ലാക്ക് കളറാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മൾ പോണ റൂട്ടൊക്കെ നല്ല സുഖമായിട്ട് പോകാനായിട്ട് ഈ വണ്ടി കൊണ്ടേ പറ്റത്തുള്ളൂ. ഓക്കെ, സ്വിഫ്റ്റിനെ കൊണ്ട് പോകാനായിട്ട് പറ്റും, പക്ഷേ സ്വിഫ്റ്റ് ഒരു പരിവാണ് കൈസ് ഇടിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, വെച്ചാൽ ഈ വണ്ടി കൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ല. വെച്ചാൽ ഇത് കൊണ്ടായാലും നല്ല സ്ക്രാച്ചുകളാകും, പക്ഷേ വണ്ടിയുടെ അടിയൊക്കെ നല്ല രീതിക്ക് ഇടിക്കുന്നുണ്ട്. ഓക്കെ,
ഈ വണ്ടി ഇപ്പോൾ അടി ഇടിച്ചതിന് ഒരിക്കൽ ഇതിൻ്റെ ടാങ്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ 20,000 രൂപയ്ക്ക് ഇതിൻ്റെ ടാങ്ക് ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. പൊട്ട റോഡെന്ന് വെച്ചാൽ പൊട്ട റോഡാണ് അവിടെയുള്ള റോഡൊന്നും നേരെയാക്കിയിരുന്നെങ്കിൽ ഇത് കൊണ്ടുപോകായിരുന്നു. ഭയങ്കര ഇടുക്കായിട്ടുള്ള റോഡാണ് കേ. അങ്ങനത്തെ ഈ ചെറിയ ടയറുകളുള്ള വണ്ടികളൊന്നും അവിടെ ഓടിക്കാനായിട്ട് ഭയങ്കര പാടാണ് കേ. ഇതിൻ്റെ ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. ടാങ്കല്ല, അതിൻ്റെ അടിയിലുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വളഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെയാണ് ഈ വണ്ടിയെ കൊടുത്തത്. ഓക്കെ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വേറൊരു മാരുതിയുടെ വണ്ടി എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ വണ്ടി തന്നെ എടുക്കാം. ഓക്കെ, എന്തായാലും ഞാൻ ഇപ്പോൾ ഇരിക്കണ ഓഫീസെന്ന് വെച്ചാൽ നല്ലൊരു ഓഫീസാണ്. ഓക്കെ, ഞാൻ എന്തായാലും പിന്നെ ട്രാൻസ്ഫറായി പോകുമ്പോൾ എനിക്ക് കൊണ്ടൊക്കെ നടക്കാനായിട്ട് ഒരു ചെറിയൊരു വണ്ടിയുടെ ആവശ്യം ചിലപ്പോൾ വരും. അപ്പോഴെങ്ങാനും നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളെന്തായാലും ഈ വണ്ടി അവിടെ വീട്ടിൽ ഇട്ടിട്ട് നമ്മൾ പുതിയതെടുത്താൽ ആ വണ്ടി വേസ്റ്റ് ആയി പോകും. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയുടെ പേപ്പർ വർക്ക്സും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും വരാം. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും ബാക്കി പേപ്പർ വർക്ക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടിയുടെ കീ നല്ല കിട്ടിയിട്ടുണ്ട്. വണ്ടി എടുത്തുകൊണ്ട് പോകാനാണ് അയാൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഞാൻ എടുത്തേക്കണ ബ്ലാക്ക് വേരിയൻ്റാണ്. പിന്നെ 4x4 ഡീസൽ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കണത്. നമ്മുടെ മറ്റേ വണ്ടിയും കാര്യങ്ങളൊക്കെ പെട്രോളാണ്. ഓക്കെ, ഞാൻ എടുത്തേക്കണ സ്വിഫ്റ്റും പെട്രോളായിരുന്നു. ഒരു ഡീസൽ എടുക്കാമെന്ന്. ഓക്കെ, എനിക്കിതിന് മുമ്പേ ആണെങ്കിൽ ഒരു ഏതാണ് ഒമിനി ഉണ്ടായിരുന്നു. ഓക്കെ, അതൊരു അടിപൊളി വണ്ടിയായിരുന്നു. ഒമിനി കൊടുത്തിട്ടാണ് ഞാൻ ആ ഒരു സ്വിഫ്റ്റ് വാങ്ങിയത്. ഓക്കെ, പക്ഷെ ഒമിനിയും വലിയ കുഴപ്പമില്ലായിരുന്നു. ഒമിനിയുടെ ടയറും ചെറുതാണ്. ഓക്കെ, അത് ഇടിച്ചിടിച്ചൊരു പരുവായി. അതിന് 5-6 പ്രാവശ്യം എന്തോ ഞാൻ ടാങ്ക് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് മിക്കവാറും 2-3 ലക്ഷത്തിൻ്റെ പണികളെ വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് മാറ്റിയിട്ടാണ് ഞാൻ സ്വിഫ്റ്റ് എടുത്തത്. പക്ഷേ സ്വിഫ്റ്റും ഓടിക്കാൻ വലുതായിട്ട് ആ റോഡ് കൊള്ളൂല്ലോ. ഓക്കെ, സ്വിഫ്റ്റ് നൈസ് വണ്ടിയാണ്, നല്ല സ്പീഡൊക്കെ ഉണ്ട്. നമ്മുടെ താറിനേക്കാൾ നല്ല പവറും മൈലേജും സ്പീഡും എല്ലാം സ്വിഫ്റ്റിനാണുള്ളത്. പക്ഷേ ആ റൂട്ട് കാരണമാണ് പ്രശ്നമൊക്കെ. ഞാൻ പിന്നെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫറായി പോകുമ്പോൾ എനിക്ക് നല്ലൊരു ചെറിയ വണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വേണമെങ്കിൽ സ്വിഫ്റ്റ് ഒരിക്കൽ കൂടെ എടുക്കാം. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ കയ്യിലുള്ള 2 വണ്ടി മഹീന്ദ്രയുടെ ആണ്. ഓക്കെ, നമ്മുടെ സ്കോർപ്പിയോയും പിന്നെ നമ്മുടെ താറും. ഓക്കെ, സത്യത്തിൽ ഞാൻ താറ് വേറെ വല്ല കളർ എടുക്കുമായിരുന്നു. പക്ഷേ ഈ താറിന് മാച്ച് ആവണ കളർ ഈ ഒരു ബ്ലാക്കാണ്. ഞാൻ ചിലപ്പോൾ അടുത്ത വണ്ടി ചിലപ്പോൾ ഈ വണ്ടി കൊടുത്തിട്ടായിരിക്കും ഞാൻ എടുക്കാനായിട്ട് പോകണം, നമ്മുടെ പുതിയ വണ്ടിയും കാര്യങ്ങളും. ഓക്കെ, ഞാൻ ഈ വണ്ടി ചിലപ്പോൾ കൊടുത്തിട്ടായിരിക്കും നമ്മുടെ പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, കാരണം വെച്ചാൽ ഇത് വലുതായിട്ട് ഇപ്പം മടുത്ത് തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ, ഈ വണ്ടി എടുത്തിട്ട് 5-6 വർഷമായിട്ടുണ്ട്. ഓക്കെ, മറ്റേ വണ്ടി എടുത്തിട്ട് വെറും 3 മാസമായതേ ഉള്ളൂ. ഓക്കെ, ഒമിനിയാണ് ഏറ്റവും പഴയ വണ്ടി. എൻ്റെ ആദ്യത്തെ വണ്ടി ഒരു ഇതായിരുന്നു. ഓക്കെ, എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് വെച്ചാൽ ഒരു വാഗനറാണ്. ഓക്കെ, അതേശേ ഞാൻ കൊടുത്തു. ഓക്കെ, അത് കൊടുത്തിട്ടാണ് ഞാൻ മഹീന്ദ്രയുടെ ഇതെടുത്തത്. ഓക്കെ, എനിക്ക് ആദ്യം ഒരു വാഗനറും പിന്നെ മാരുതിയുടെ ഒമിനിയും ഉണ്ടായിരുന്നു. ഓക്കെ, ആദ്യം എടുത്ത വണ്ടി വാഗനറാണ്. പിന്നെയാണ് ഒമിനി എടുത്തത്. ഓക്കെ, ഒമിനി പക്ഷേ സെക്കൻഡ് ഹാൻഡ് ആണ്. ഒമിനി ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ കാരണം വെച്ചാൽ ഒമിനിക്ക് നല്ല സ്പേസ് ഉണ്ട്, വാൻ ടൈപ്പ് വണ്ടിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഒരു വണ്ടി എന്നാലും ഒന്ന് മാറ്റിയിടട്ടെ. നമ്മുടെ പുതിയ ഏതാണ് നമ്മുടെ മഹീന്ദ്ര താറും കാര്യങ്ങളൊക്കെ ഇതൊന്ന് ഞാൻ എന്തായാലും മാറ്റിയിട്ടിട്ടൊക്കെ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടിട്ട് മറ്റേ വണ്ടി ഒന്ന് എടുത്ത് മാറ്റിയിടണം. ഈ വണ്ടി ഒന്ന് സെൻറ്റർ കയറ്റിയിടുക എന്നിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടി ഞങ്ങൾക്ക് നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ വണ്ടി ഞങ്ങൾക്ക് ഇവിടെ എന്തായാലും ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓക്കെ ഓക്കെ അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമുക്ക് പിന്നെ വല്ല എടുത്തിടാം. ഓക്കെ, ഇപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ കാണാറ്. ഗുഡ് ബൈ. ഓക്കെ, അപ്പോൾ ഇതിലായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.